സഭയുടെ പവിത്രതയെ മറയാക്കി നിയമങ്ങളെ കാറ്റിൽ പറത്തി പുറത്താക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന വ്യവസ്ഥാപിതമായ അഴിമതികളെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണിത്. സൊസൈറ്റി ഓഫ് മിഷനറീസ് ഓഫ് പീസ് അഥവാ SMP. പുറത്താക്കലുകൾക്ക് ശേഷം ഇവർ കെട്ടിപ്പടുത്ത ഈ സൊസൈറ്റിക്ക് പിന്നിലെ കറുത്ത സത്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. SMBയുടെ തലപ്പത്തിരിക്കുന്നവരുടെ ചരിത്രം പരിശോധിച്ചാൽ സഭയെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കാണാം. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പുറത്താക്കപ്പെട്ട ഇദ്ദേഹം പിന്നീട് റോമിൽ ഡ്രൈവറായി ജോലി ചെയ്തു. MPH സഭയിൽ വൈദികനായ ശേഷം MPH എന്ന സൊസൈറ്റി നിരോധിക്കപ്പെട്ടപ്പോൾ SMP എന്ന പേരിൽ പുതിയൊരു തട്ടിപ്പ് സഭ തുടങ്ങി. റോമിലിരുന്ന് ഇദ്ദേഹം നടത്തുന്ന നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുന്നു. ഏതൊരു സഭയുടെയും തുടക്കകാലഘട്ടത്തിൽ സഭയുടെ നിയമപ്രകാരം മോഡറേറ്റർ ജനറൽ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇദ്ദേഹം സ്വയം സുപ്പീരിയർ ജനറൽ എന്ന് സ്വയം വിശേഷിപ്പിച്ച് കത്തുകൾ എഴുതുകയും എറണാകുളം, അങ്കമാലി, ആപ്പുഴ അതിരൂപതയെയും കാലങ്ങളായി വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ഓർഡർ ഓഫ് കാർമലൈറ്റ്സിൽ അഥവാ ഒക്കാമിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇദ്ദേഹം ഫരീദാബാദിലും സമാനമായി പുറത്താക്കപ്പെട്ടു. പിന്നീട് ഫാദർ സണ്ണിക്ക് മിയാവോ രൂപതയിൽ ഒരു ആശ്രമം പണിതുതരാം എന്ന് വാഗ്ദാനം ചെയ്തു SMPയിൽ സ്ഥാനം കരസ്ഥമാക്കി. പിന്നീട് ഒരു ബോർഡിംഗ് പണിത് അതിനായി മിഷൻ അപ്പീൽ നടത്താനായി ബിഷപ്പ് ജോർജിന്റെ കത്ത് കാണിച്ച് ഇദ്ദേഹം കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളം, അങ്കമാലി രൂപതയിൽ ഉൾപ്പെടുന്ന തൃപ്പൂണിത്തുറ, ഫൊറോന പള്ളി, കോളങ്ങായി പള്ളി എന്നിവിടങ്ങളിൽ നിന്നും നടത്തിയ വ്യാജ മിഷൻ അപ്പീലുകളും പണപ്പിരിവും വിശ്വാസികളെ വഞ്ചിക്കുന്നതാണ്. അതെല്ലാം സ്വന്തം ആഡംബര ജീവിതത്തിനും വീട്ടുകാരുടെ നന്മക്കുമായി ഉപയോഗിക്കുന്നത്. വടവാതൂർ സെമിനാരിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പോക്സോ കേസിൽ ഉൾപ്പെടുവാൻ സാധ്യത ഉള്ള ജെറിൻ എന്ന ബ്രദർ ആണ് ഫാദർ എബിന്റെ വലംകൈയായി പ്രവർത്തിക്കുന്നത്. ഐഫോൺ പോലുള്ള ഭാരദോഷികങ്ങൾ നൽകി ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ഫാദർ എബിൻ കൂടെ നിർത്തിയിരിക്കുന്നു. ഹോമോസെക്സ് പ്രവർത്തനങ്ങൾ. ലൈബ്രറി ജോലിക്കാരൻ സെമിനാരിയിൽ ഫോൺ ഉപയോഗിക്കാൻ അനുവാദം ഇല്ലാതിരിക്കെ ഫോണിൽ ലൈംഗിക ചുവയുള്ള മെസ്സേജ് അയച്ചു പിടിക്കപ്പെട്ട ബ്രദർ അഭിലാഷ്. മൈനർ സെമിനാറിലുള്ള ഒരു ബ്രദറിനെ ഉറക്ക ഗുളിക കൊടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ച ബ്രദർ അമൽ തുടങ്ങിയ ആളുകൾ ആണ് നിലവിൽ SMPയിൽ ബ്രദർമാരായി തുടരുന്നത്. ഈ അഴിമതി ശൃംഖലയുടെ കാതലായ ഭാഗം ജോസഫ് ആന്റണിയാണ്. 44 വർഷം CST സഭയിൽ ഉണ്ടായിരുന്ന ഇദ്ദേഹം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ലഭിച്ച സ്ഥലമാറ്റം നിരസിക്കുകയും ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ITA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മറവിൽ വിദേശ റിക്രൂട്ട്മെന്റ് തട്ടിപ്പിലൂടെ വൻ സ്വത്ത് സമ്പാദിച്ചു. വ്യാജരേഖകൾ. CST സഭയുടെ ശിക്ഷയിൽ നിന്ന് ഒളിച്ചോടിയ ഇദ്ദേഹം കാനോനിക വിടുതൽ പോലുമില്ലാതെ മദ്രാസ് സർവകലാശാലയിൽ നിന്ന് വ്യാജ തിയോളജി സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചു. ഇത് ഫാദർ സണ്ണിയെ കാണിച്ച് അങ്കമാലി ജോസ്പുരത്തു ആശ്രമം പണിതു നൽകി ഡീക്കൻ പട്ടം അനധികൃതമായി കരസ്ഥമാക്കി. ജോസഫ് ആന്റണി കൃത്രിമമായി നിർമ്മിച്ച വ്യാജ സർട്ടിഫിക്കറ്റുകളും അദ്ദേഹത്തിന്റെ വാട്സാപ്പ് ചാറ്റുകളും വ്യക്തമാക്കുന്നത് വലിയൊരു തട്ടിപ്പാണ്. ഇതിനു പുറമെ അദ്ദേഹം നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും കാണാം. സർട്ടിഫിക്കറ്റ് നിർമ്മാണത്തിലെ കള്ളത്തരങ്ങളും സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേടുകളും ഒരുമിച്ച് പരിശോധിക്കുമ്പോൾ ഇദ്ദേഹം നടത്തിയ വഞ്ചന വ്യക്തമാണ്. കൂടുതൽ നിയമനടപടികൾക്കായി ഈ തെളിവുകൾ സമർപ്പിക്കുന്നു. അനധികൃത ഭവനം. ജോസ്പുരത്തുള്ള ഡോമസ് പാച്ചീസ് എന്ന കെട്ടിടം അദ്ദേഹത്തിന്റെ സഹോദരിയുടെ പേരിലുള്ള സ്വകാര്യ സ്വത്താണ്. ഇത് SMBയുടെ സന്യാസ് ഭവനമാണെന്ന് വ്യാജമായി കാണിച്ച് വെഞ്ചരിപ്പ് നടത്തുകയും വരാപ്പുഴ മെത്രാന്റെ അനുമതി നേടിയെടുക്കുകയും ചെയ്തു. പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഫാദർ സണ്ണി മിയാവോ മെത്രാനെ സ്ഥാപകനായി കാണിച്ച് കാനോനികമായി സാധുത നൽകാൻ ശ്രമിക്കുകയും ചെയ്തു. ആരാധനാക്രമങ്ങളിൽ ഇവർ നടത്തുന്ന ലംഘനങ്ങൾ അതിഭീകരമാണ്. ഡീക്കന്മാർക്ക് കർശനമായി വിലക്കപ്പെട്ട വാഹന വെഞ്ചരിപ്പ് ഇദ്ദേഹം നിർവഹിക്കുന്നു. ലത്തീൻ സഭയിലെ ഡീക്കനാണെന്ന് അവകാശപ്പെടുമ്പോഴും പൗരസ്ത്യ സഭയിലെ ഡീക്കന്മാർക്ക് മാത്രം അവകാശപ്പെട്ട തിരുവസ്ത്രങ്ങളും സ്റ്റോളും ധരിച്ച് വേഷം മാറി ജനങ്ങളെ മനഃപൂർവ്വം വഞ്ചിക്കുന്നു. ഫാദർ സുനിൽ, ഫാദർ ഇസ്മായിൽ തുടങ്ങിയവരും വ്യാജ സർട്ടിഫിക്കറ്റുകളിലൂടെ വൈദികരായവരാണ്. ഈ വിവരങ്ങൾ പലതവണ മാധ്യമങ്ങളിലൂടെയും വത്തിക്കാനിൽ നേരിട്ടും പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കാൻ സഭാ അധികാരികൾ മടിക്കുന്നു. ഫാദർ സുനിൽ അച്ഛനായിട്ട് 4 വർഷമായി. ഫാദർ ഇസ്മായിൽ 1 വർഷവും. ഇസ്മായിൽ അച്ഛന് അസാമിൽ ഒരു സ്കൂളുണ്ട്. ഈ സ്കൂൾ SMB സഭയ്ക്ക് കൊടുക്കാമെന്ന ഉറപ്പിൽ തന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് കാണിച്ച ഫാദർ സണ്ണിയുടെ ശുപാർശയിൽ പട്ടം മേടിച്ചെടുത്തു. ഒരു പക്ഷേ ഈ മൗനം അറിഞ്ഞുകൊണ്ടുള്ളതാകാം. ഒരു പുതിയ സഭയുടെയോ സന്യാസ സമൂഹത്തിന്റെയോ സ്ഥാപകനെയോ സുപ്പീരിയർ ജനറലിനെയോ മോഡറേറ്റർ ജനറൽ എന്ന് മാത്രമേ അഭിസംബോധന ചെയ്യാവൂ, സുപ്പീരിയർ ജനറൽ എന്നല്ല. എന്നാൽ സഭയുടെ കാനോൻ നിയമത്തിന് വിരുദ്ധമായ സണ്ണി എല്ലാ കത്തുകളിലും ഒപ്പിട്ടിരുന്നത് സുപ്പീരിയർ ജനറൽ എന്നായിരുന്നു. ഫാദർ സുനിൽ, ഇസ്മായിൽ, ഡീക്കൻ ജോസഫ് ആന്റണി എന്നിവരുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ സാധാരണയായി പരിശോധിക്കുന്നത് ഫാദർ സണ്ണിയാണ്.
മോഡറേറ്റർ ജനറൽ എന്ന നിലയിൽ വൈദികവട്ടം നൽകുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും സംഘടിപ്പിക്കുന്നത് അദ്ദേഹമാണ്. വത്തിക്കാൻ നിഷ്കർഷിക്കുന്ന അടിസ്ഥാന പരിശീലനം 2 വർഷം ഫിലോസഫി, 3 വർഷം തിയോളജി പോലും പൂർത്തിയാക്കാതെയാണ് ഇവർക്ക് പട്ടം നൽകപ്പെട്ടത്. സാലേഷ്യൻ ദിമാപൂർ പ്രവിശ്യയുടെ മുൻ പ്രൊവിൻഷ്യലായിരുന്ന ബിഷപ്പ് കെ ജോർജ് ലോകത്തിലെ ഉന്നതമായ ഒരു സഭയുടെ ഭാഗമായിരുന്നതുകൊണ്ട് ഈ 3 പേർക്ക് 2 വൈദികർ 1 ഡീക്കൻ പട്ടം നൽകുന്നതിന് മുൻപ് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതായിരുന്നു. പ്രിയപ്പെട്ട ബിഷപ്പേ, ഇവർ ആരോപണവിധേയരായ വ്യക്തികളായതുകൊണ്ട് ദയവായി അവരെ സസ്പെൻഡ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പൗരോഹിത്യത്തെ ബഹുമാനിക്കുന്നതിനൊപ്പം SMP എന്ന സമൂഹത്തെ സസ്പെൻഡ് ചെയ്യണം. ഇത് കത്തോലിക്കാ പൗരോഹിത്യത്തിന്റെ വിശുദ്ധി കാതു സൂക്ഷിക്കാനാണ്. പൗരോഹിത്യത്തെ കച്ചവടമാക്കുന്ന ഫാദർ സണ്ണി, ഫാദർ എബിൻ എന്നിവരെ സസ്പെൻഡ് ചെയ്യാനും നടപടിയെടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. സഭയുടെ പൗരോഹിത്യത്തിന്റെ പവിത്രത സംരക്ഷിക്കാൻ ഇത്തരക്കാരെ സഭയിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കി നീതി നടപ്പിലാക്കേണ്ടതുണ്ട്. ഇനിയും മൗനം പാലിച്ചാൽ വിശ്വാസികളുടെ വിശ്വാസം കൂടി അപകടത്തിലാകും. ഇത് ഒരു മുന്നറിയിപ്പാണ്. സത്യം പുറത്തുവരണം.